Hello everyone, I'm Ramsina Assis. Today's topic is royalty accounts. The owner of an asset has a legal right to use his assets. For example, the author of a book has a legal right to publish his book. The inventor has the legal right to produce or sell an item invented by him. But if the owner does not want to use the right himself, he may allow another party to use that legal right in return for a consideration. This consideration is known as royalty. Let's see what is the meaning of royalty. Royalty is a periodical payment for the use of certain property or right. That is a periodical payment in the nature of rent for the use of a certain asset or right like mine, quarries, patent, copyright, etc. The person who makes the payment for the use of asset or right is called the lessee or the tenant, and the owner of the asset to whom payment is made is called the lessor or landlord. Thus, royalty is the amount payable by the lessee or tenant to the lessor or landlord in return for the right to use that asset. Royalty is usually calculated on the basis of output or sale. If it is payable on output, the royalty is regarded as cost of production and is charged to trading account. If it is payable on sales, it is treated as selling expenses and is debited to profit and loss account. Thus, royalty account is a nominal account. Certain property അല്ലെങ്കിൽ റൈറ്റ് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന പീരിയോഡിക്കൽ പേയ്മെന്റിനെയാണ് സിമ്പിൾ ആയിട്ട് റോയൽറ്റി എന്ന് പറയുന്നത്. It is a periodical payment in the nature of rent for the use of certain asset or right like mine, quarries, patent, copyright, etc. അതായത് ഏതെങ്കിലും ഒരു അസറ്റ് യൂസ് ചെയ്യുന്നതിന് മൈൻസോ ക്വാറീസോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറ്റന്റോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് യൂസ് ചെയ്യുന്നതിനോ കൊടുക്കുന്ന പേയ്മെന്റിനെയാണ് പീരിയോഡിക്കൽ പേയ്മെന്റിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ആരാണോ ഈ പേയ്മെന്റ് നടത്തുന്നത് അവരെ ലെസ്സി ഓർ ടെനന്റ് എന്ന് പറയും. കോമൺ ആയിട്ട് ലെസ്സി എന്ന് നോക്കിയാൽ മതി, ലെസ്സി എന്ന് പറയും. ആൻഡ് ആ അസറ്റ് അല്ലെങ്കിൽ റൈറ്റിന്റെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റൈറ്റിന്റെ ഓണർ ഉണ്ടാവുമല്ലോ, ആ ഓണറിനെ പറയുന്ന പേരാണ് ലെസ്സർ ഓർ ലാൻഡ് ലോഡ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, റോയൽറ്റി ഇസ് ദ എമൗണ്ട് പേയബിൾ ബൈ ലെസ്സി ടു ദ ലെസ്സർ. ലെസ്സി ലെസ്സർക്ക് കൊടുക്കുന്ന പീരിയോഡിക്കൽ പേയ്മെന്റ് ആണ്. എന്തിനു വേണ്ടി കൊടുക്കുന്നത്? ഇൻ റിട്ടേൺ ഫോർ ദ റൈറ്റ് ടു യൂസ് ദാറ്റ് അസറ്റ്. ആ ഓണറുടെ അല്ലെങ്കിൽ ലാൻഡ് ലോഡിന്റെ അല്ലെങ്കിൽ ലെസ്സറിന്റെ പെർട്ടിക്കുലർ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റൈറ്റ് യൂസ് ചെയ്യുന്നതിന് റിട്ടേൺ ആയിട്ട് ലെസ്സി ലെസ്സർക്ക് കൊടുക്കുന്ന പീരിയോഡിക്കൽ പേയ്മെന്റിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിന്റെ ബേസിസിലോ അല്ലെങ്കിൽ സെയിൽസിന്റെ ബേസിസിലോ ആണ് ഈ റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിന്റെ ബേസിസിലാണ് റോയൽറ്റി പേ ചെയ്യുന്നതെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലും, അതേസമയം സെയിൽസിന്റെ ബേസിസിലാണ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആണ്. അതുകൊണ്ട് തന്നെ റോയൽറ്റി ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറയാം. ചിലപ്പോഴൊക്കെ ഈ റോയൽറ്റിയെ റെന്റുമായിട്ട് നമുക്കൊരു ഡൗട്ട് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു, അതിന് നമ്മൾ മന്ത്ലി പേയ്മെന്റ് ആയിട്ട് റെന്റ് കൊടുക്കും അല്ലെ, അതിന്റെ പേയ്മെന്റ് എന്നുള്ള രൂപത്തിൽ മന്ത്ലി ഓണർക്ക് പേയ്മെന്റ് കൊടുക്കും. അപ്പൊ ഇതിനെ നമുക്ക് ചിലപ്പോൾ റോയൽറ്റി ആയിട്ട് കൺഫ്യൂഷൻ വരാം. കാരണം റോയൽറ്റിയിൽ നമ്മൾ പറയുന്നുണ്ട് ലാൻഡ് ലോഡ് ഉണ്ട്, പിന്നെ ടെനന്റ് ഉണ്ട്, അല്ലെങ്കിൽ ലെസ്സി ഉണ്ട്. അപ്പൊ ഇത് പീരിയോഡിക്കൽ പേയ്മെന്റ് ആണ്, അസറ്റ് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്നതാണ്. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് റെന്റുമായിട്ട് ഒരു ഡൗട്ട് വരാം. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ റെന്റും റോയൽറ്റിയും ഡിഫറെന്റ് ആണ്. ആ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Rent is the remuneration payable for the use of some tangible assets. ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണ് റെന്റ് എന്ന് പറയുന്നത്. അതേസമയം റോയൽറ്റി ഇസ് ദ remuneration payable for the use of special right in a tangible or intangible assets. അതായത് പാറ്റന്റ്, കോപ്പിറൈറ്റ്, ഇതൊക്കെ എന്താണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ടാഞ്ചിബിൾ അസറ്റിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിനോ കൊടുക്കുന്ന പേയ്മെന്റിനെ നമുക്ക് റോയൽറ്റി എന്ന് പറയാം. അതേസമയം റെന്റ് എന്ന് പറയുന്നത് എന്താണ്? ടാഞ്ചിബിൾ അസറ്റിന്റെ മേലെ കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. Then rent is mostly fixed on the basis of time
ദാറ്റ് ഈസ് പെർ ഡേ, പെർ വീക്ക്, പെർ മന്ത്, പെർ ഇയർ എക്സെട്ര. അതായത് റെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് ആണ് അല്ലേ? മന്ത്ലി ഉള്ള റെന്റ്, അല്ലെങ്കിൽ ഇയർലി ഉള്ള റെന്റ്, അല്ലെങ്കിൽ ഒരു വീക്കിലേക്കുള്ള റെന്റ്, അത്തരത്തിൽ നിശ്ചയിക്കുക. അതേസമയം റോയൽറ്റി ഈസ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽ. പ്രൊഡക്ഷന്റെ ബേസിസിലോ സെയിൽസിന്റെ ബേസിസിലോ ആണ് റോയൽറ്റി തീരുമാനിക്കുന്നത്. Then the third difference is that the party is known as tenant and landlord in the case of rent. റെന്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടിയെ പറയുന്ന പേരാണ് ടെനന്റും ലാൻഡ്ലോർഡും. അതേസമയം the parties are known as lessee or patent holder or publisher and lesser patentee or owner. അതായത് റോയൽറ്റി അഗ്രിമെന്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടിയെ നമുക്ക് ലെസ്സി, ലെസ്സർ, അല്ലെങ്കിൽ പാറ്റന്റ് ഹോൾഡർ, പാറ്റന്റി, അല്ലെങ്കിൽ പബ്ലിഷർ, ഓതർ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. Then there is no concept of minimum rent in the case of rent. റെന്റിന്റെ കേസിൽ മിനിമം റെന്റ് എന്നൊന്നും കണക്കൊന്നുമില്ല. മന്ത്ലി ഉള്ള പേയ്മെന്റ് ആണ്, മന്ത്ലി ഉള്ള റെന്റ് ആണെങ്കിൽ ആ ഒരു റെന്റ് എന്നാണ്. അതേസമയം it's generally contained in the agreement a clause of minimum rent in the case of royalty. പക്ഷെ റോയൽറ്റിന്റെ കേസിൽ എന്തുണ്ട്? അവിടെ മിനിമം റെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റോയൽറ്റിയും റെന്റ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ റോയൽറ്റി എന്ന് പറയുന്നത് പീരിയോഡിക്കൽ പേയ്മെന്റ് ആണ്. ലെസ്സി ലെസ്സർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ലെസ്സി ലാൻഡ് ലോഡിന് കൊടുക്കുന്ന പീരിയോഡിക്കൽ പേയ്മെന്റ് ആണ്. എന്തിനാണ്? ഈ ലാൻഡ് ലോഡിന്റെ അല്ലെങ്കിൽ ലെസ്സറുടെ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൈറ്റ് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന പേയ്മെന്റ്. അവിടെ മിനിമം റെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലൊരു എഗ്രിമെന്റിനെയാണ് റോയൽറ്റി എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിന് നമുക്ക് എന്ത് പറയാം? റോയൽറ്റി അക്കൗണ്ട്സ്. Let's see what are the types or forms of royalty. First, mining royalty. This is for extracting the minerals. Then second one is patent royalty. This is for the use of an invention to manufacture and sell the invented article. And third is copyright royalty. This is for publishing the book or using a piece of art. Next one is brick making royalty. Here the quarry owner gives his quarry to another person who pays royalty to the owner on the basis of bricks extracted. It is called a brick making royalty. Then the fifth one is oil well royalty. This is the consideration for extracting the oil. Sixth is machine royalty. This is in connection with the use of the machine, secret processes and technical knowledge, etc. The last one is brand equity royalty. This is the royalty for using trademarks. Types of royalty എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ പേരിൽ തന്നെയുണ്ട്. മൈനിങ് റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് കൊടുക്കുന്ന റോയൽറ്റി. പാറ്റന്റ് റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറുടെ ആ ഒരു ഇൻവെന്റഡ് ഇതിന് കൊടുക്കുന്ന, ആ പേറ്റന്റ് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന റോയൽറ്റി. കോപ്പിറൈറ്റ് റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നതിന് കൊടുക്കുന്ന റോയൽറ്റി. ബ്രിക്സ് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് കൊടുക്കുന്ന റോയൽറ്റി. ഓയിൽ വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് കൊടുക്കുന്ന കൺസിഡറേഷൻ. മെഷീൻ റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സേഴ്സോ അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ നോളജ് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന റോയൽറ്റി. ബ്രാൻഡ് ഇക്വിറ്റി റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന റോയൽറ്റി. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് റിലേറ്റഡ് വിത്ത് റോയൽറ്റി ഈസ് മിനിമം റെന്റ് ഓർ ഡെഡ് റെന്റ്. Minimum rent or dead rent. In order to assure a regular or certain income to the landlord and lessee agree upon the minimum periodical amount that the landlord will receive from the lessee even if the actual royalty is less than such minimum amount. This assured and mutually agreed periodical minimum amount is known as minimum rent or dead rent. This is the guaranteed amount which the landlord is to receive irrespective of the production or sale in a particular period. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റെന്റ് എന്ന് പറയുന്നത് ലാൻഡ്ലോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിക്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ക്വാറി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എത്രമാത്രം ബ്രിക്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നതിന്റെ ബേസിസിൽ ആ ബ്രിക്സ് ക്വാറിന്റെ ഓണർ വേറൊരാൾക്ക് അത് റോയൽറ്റി ബേസിസിന് കൊടുത്തു. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അപ്പൊ അതിൽ ആ ക്വാറിയിൽ നിന്ന് എത്രമാത്രം ബ്രിക്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നതിന്റെ ബേസിസിൽ കൊടുക്കുന്ന പീരിയോഡിക്കൽ പേയ്മെന്റ് ആണ് റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ
എന്താ ചിലപ്പോൾ കുറേ അധികം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ചില മന്തിൽ കുറവായിരിക്കും. അപ്പോൾ ഈ കേസസിലൊക്കെ റോയൽറ്റി വേരി ചെയ്യും. അപ്പോൾ ഈ ലാൻഡ് ലോഡിന് അല്ലെങ്കിൽ ലെസ്സർക്ക് ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട്, അതായത് എത്രമാത്രം എക്സ്ട്രാക്ട് ചെയ്താലും ഇല്ലെങ്കിലും മിനിമം ഇത്ര എമൗണ്ട് ഗ്യാരണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഗ്രിമെന്റിൽ, റോയൽറ്റി എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്യുന്ന ആ ഗ്യാരണ്ടീഡ് എമൗണ്ടിനെയാണ് മിനിമം റെന്റ് അല്ലെങ്കിൽ ഡെഡ് റെന്റ് എന്ന് പറയുന്നത്. സോ minimum periodical amount that the landlord will receive from the lessee even if the actual royalty is less than such minimum rent. അതായത് അത്രമാത്രം ഈ മിനിമം എമൗണ്ട് കൊടുക്കേണ്ട എമൗണ്ടിന് അത്ര കൂടി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും എന്താ ഈ മിനിമം എമൗണ്ട്, ഗ്യാരണ്ടീഡ് എമൗണ്ട് ലെസ്സി ലാൻഡ് ലോഡിന് കൊടുക്കണം. ആ ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ടിനെയാണ് നമ്മൾ മിനിമം റെന്റ് എന്ന് പറയുന്നത്. മിനിമം റെന്റ് ഇസ് ഓൾസോ called fixed rent, contract rent, rock rent, flat rent, head rent, sleeping rent, etc. Next term is redeemable minimum rent. When minimum rent is more than the amount of actual royalty, generally the minimum rent is payable. നമ്മൾ പറഞ്ഞല്ലോ അതിൽ നിന്ന് എമൗണ്ട് ലാൻഡ് ലോഡിന് കൊടുക്കേണ്ട മിനിമം എമൗണ്ട് പോലും കിട്ടിയില്ലെങ്കിലും, ആ ഒരു പറയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ലെസ്സി എന്ത് ചെയ്യണം, മിനിമം എമൗണ്ട് കൊടുക്കണം. ബട്ട് if it is mentioned in the agreement that when royalty is more than the minimum rent, the excess of minimum rent over the royalty paid in the earlier years will be recoverable from excess of royalty over minimum rent in the coming years. Such minimum rent is called redeemable minimum rent. അതായത് എഗ്രിമെന്റിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ത്, minimum excess of minimum rent over royalty paid in the earlier years. previous yearൽ പിന്നെ പേ ചെയ്തിരിക്കുന്ന റോയൽറ്റിയേക്കാൾ ഓവറായിട്ട് പേ ചെയ്തിരിക്കുന്ന മിനിമം റെന്റ്, അതായത് ലോസ് ആണെങ്കിൽ പോലും മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ പ്രീവിയസ് ഇയറിൽ കൊടുത്തിരിക്കുന്ന ആ എമൗണ്ട് വിൽ ബി റിക്കവറബിൾ, റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. എഗ്രിമെന്റിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരം റിക്കൂപ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെ റിഡീം ചെയ്യുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രം ദ എക്സസ് ഓഫ് റോയൽറ്റി ഓവർ മിനിമം റെന്റ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. അതായത് അടുത്ത വർഷം, ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കൊരു 5000 രൂപ ലോസ് ഉണ്ടായി, എന്നാൽ പോലും മിനിമം 10,000 മിനിമം റെന്റ് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ലെസ്സി ലാൻഡ് ലോഡിന് 10,000 രൂപ കൊടുത്തു. പക്ഷേ നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും നമുക്ക് 15,000 രൂപ കിട്ടി, മിനിമം 10,000 രൂപയാണ് കൊടുക്കേണ്ടത് എങ്കിൽ ആ ബാക്കിയുള്ള 5,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന ലോസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതിനെയാണ് റെഡീമബിൾ മിനിമം റെന്റ് എന്ന് പറയുന്നത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസസിന് അല്ലെങ്കിൽ ലോസസിന് പിന്നെ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസ് എഗ്രിമെന്റിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് റെഡീമബിൾ മിനിമം റെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടേം ഇസ് ഷോർട്ട് വർക്കിംഗ്. Excess of minimum rent over actual royalty paid to the landlord is called short working. അതായത് minimum rent is greater than actual royalty is called short working. Next is excess working or surplus. Excess of royalty over the minimum rent is known as excess working or surplus royalty. That is, actual royalty is greater than minimum rent is called excess working or surplus. Ground rent refers to the fixed yearly or half-yearly rent payable by the lessee to the landlord in addition to the minimum rent. It is called surface rent. These are all about today's topic. Thank you.